വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹമുള്ള കുറേ ആൾക്കാർ പറയാറുണ്ട്, ഞാൻ ഡയറ്റ് കുറേ നോക്കുന്നുണ്ട് പക്ഷെ വെയിറ്റ് ഒന്നും കുറയുന്നില്ല. ഇതിന് പുറമേ കുറേ കാര്യങ്ങളുണ്ട്. അതായത് വ്യായാമം, ഉറക്കം, അതുകൂടാതെ വെള്ളം ശരിയായിട്ടുള്ള രീതിയിൽ കുടിക്കുന്നുണ്ടോ, ഏതെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ബാക്കിലുണ്ടോ എന്നുള്ളതൊക്കെ കൂടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭക്ഷണം എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എടുക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് ശ്രദ്ധിക്കാം. കൂടാതെ അതിൽ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. കൂടാതെ തന്നെ നമുക്ക് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധ വേണം. ഉറക്കം എന്ന് പറയുമ്പം നമുക്ക് സാധാരണ ഒരു 7 to 8 hours, അതായത് 7 മണിക്കൂർ to 8 മണിക്കൂർ വരെ ഉറങ്ങണം എന്നാണ്. കൂടാതെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പതിയെ സ്ട്രെസ് കുറയ്ക്കാനായിട്ടുള്ള എന്തെങ്കിലും വഴികളോ അല്ലെങ്കിൽ എക്സസൈസ്, മെഡിറ്റേഷൻ, ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കുറച്ചൊക്കെ സ്ട്രെസ് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കൂടാതെ നന്നായിട്ട് വെള്ളം ഒക്കെ കുടിക്കാനും കൂടെ ശ്രദ്ധിക്കാം. ഡയറ്റ് കൂടാതെ തന്നെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളിലെ കാര്യങ്ങളാണെങ്കിലും ബേക്കറി പ്രൊഡക്ട്സുകളാണെങ്കിലും വറുത്തത്, പൊരിച്ചത്, അങ്ങനെയുള്ള ഫ്രൈഡ് ഫുഡുകൾ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഡയറ്റ് എന്ന് നമ്മൾ പറയും, പിന്നെ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ചേഞ്ചിലേക്ക്, അതായത് നമ്മൾ സാധാരണ ശീലിച്ചുകൊണ്ടിരിക്കുന്ന പുറത്തുനിന്നുള്ള ഫുഡുകളാണെങ്കിലും ആ ഒരു പാറ്റേണിലേക്ക് പോകാതെ നമ്മൾ ആ ഒരു ഡയറ്റ് നോക്കുന്നവരാണെങ്കിൽ അത് തീർച്ചയായും അത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്തു പോവുക, ഫോളോ ചെയ്യുക. ഫ്രൈഡ് ആയിട്ടുള്ള സ്നാക്സുകൾ എന്നല്ലാതെ നമുക്ക് മധുര പലഹാരങ്ങൾ, അതായത് ഭയങ്കര നന്നായിട്ട് പഞ്ചസാര ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിലും അത് മാക്സിമം കുറച്ച് കൊണ്ടുവരാം. മധുര പലഹാരങ്ങളായിട്ട് ചോക്ലേറ്റ്സ്, പേസ്ട്രീസ്, അതുപോലെ ബിസ്ക്കറ്റ്സ് ഒക്കെ ഒരുപാട് എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാക്സിമം കുറച്ച് കൊണ്ടുവരാം.